രചന ഗംഗോത്രി. ഭാഗം 83. ഗംഗ വേഗം ജനലിലൂടെ താഴേക്ക് നോക്കി. അപ്പോഴാണ് സെക്യൂരിറ്റിയുടെ ഫോൺ വന്നത്. കാർത്തി ഫോൺ ചെവിയോട് ചേർത്തു. സാർ, ഇത് അവരാണെന്ന് തോന്നുന്നു. ഒരു പച്ച കളർ സുമോ ആണ്. നമ്പർ വ്യാജമാണ് എന്ന് ഉറപ്പാണ്. 4 പേർ ഉള്ളിലുണ്ട്. അതിലൊരുത്തൻ പുറത്തിറങ്ങി പരിസരം വീക്ഷിക്കുന്നുണ്ട്. വഴിയിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ? കാർത്തി ചോദിച്ചു. ഒരു മീൻകാരനുണ്ട്, സൈക്കിളിലാണ്. അയാൾ രാവിലെ മുതൽ ഇതിലെ ചുറ്റി നടപ്പുണ്ട്. പിന്നെ ഒരു പച്ചക്കറി വണ്ടി, അവരും രാവിലെ വന്നതാ. പിന്നെ കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് വീണ്ടും വണ്ടി തിരിച്ചു വന്നു. ഞാൻ വണ്ടി തടയണോ? ഗേറ്റ് അടച്ചിടണോ? പക്ഷേ നമ്മുടെ സാർ അവരുടെ കസ്റ്റഡിയിലല്ലേ. ചേട്ടൻ ഒന്നും ചെയ്യണ്ട. അവർ പോയി കഴിഞ്ഞ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കാർത്തി പറഞ്ഞു. സുമിത്ര താഴേക്ക് ഇറങ്ങിച്ചെന്നു. വണ്ടിയിൽ നിന്ന് 2 പേർ പുറത്തേക്കിറങ്ങി. അവർ ഡോർ തുറന്നു. സുമിത്ര വണ്ടിയുടെ ഉള്ളിലേക്കൊന്ന് നോക്കി. ഒരാൾ അവളുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു. അവൾ കാലും കൈയും ഒക്കെ കുടഞ്ഞു കാണിച്ചു. അയാൾ ജീൻസിന്റെ പോക്കറ്റിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അവൾ പോക്കറ്റിന് ചുറ്റുമുള്ള സിബ് ഊരി കാണിച്ചു. അതിനകത്ത് മറ്റൊരു പോക്കറ്റുള്ളത് അവർ ശ്രദ്ധിച്ചില്ല. അവൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവരും പിന്നാലെ കയറി ഡോർ അടച്ചു. വണ്ടി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. മീൻകാരൻ്റെ സൈക്കിളും പച്ചക്കറി വണ്ടിയും അവരുടെ മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു. അയാൾ മീനെ മീനെ എന്ന് വിളിച്ചു കൂവുന്നുണ്ട്. സുമോയുടെ ഡ്രൈവർ ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു. പൊന്നന്മാർ തട്ടി തട്ടി നിൽക്കുകയാ, ഡ്രൈവർ അല്പം രോഷത്തോടെ പറഞ്ഞു. കുറേ സമയം പരിശ്രമിച്ചതിന് ശേഷമാണ് അയാൾ മുന്നോട്ട് കയറിപ്പോയത്. പെട്ടെന്നാണ് ഇടവഴിയിൽ നിന്ന് ഒരു ബൈക്ക് റോഡിലേക്ക് കയറിയത്. സുമോ അല്പം ദൂരത്തിലായിരുന്നു. മീൻകാരൻ ഒരു സൈഡിലായി സൈക്കിൾ ഒതുക്കി നിർത്തിയിട്ട് മെല്ലെ ബൈക്കിൻ്റെ അരികിലേക്ക് വന്നു. ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തിയിരുന്നു. മീൻകാരൻ ആ ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറി. ബൈക്കിൽ വന്നത് കാവേരിയും മീൻകാരൻ രാഘവനുമായിരുന്നു. പച്ചക്കറി വണ്ടിയിലുള്ളത് വിഷ്ണുവാണ്. ഗുണ്ടകളിൽ ഒരാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ബോസ്? ആ പച്ചക്കറി വണ്ടി നമ്മുടെ പിന്നാലെ ഉണ്ടല്ലോ. അയാൾ എന്തിനാടോ നമ്മുടെ പിന്നാലെ വരുന്നത്? അയാൾ പച്ചക്കറി വിൽക്കുകയാണ്, നീ കാണുന്നില്ലേ? ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് നിർത്തി പച്ചക്കറി കൊടുക്കുന്നുണ്ട്. ഞാനതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മെയിൻ റോഡാണ്. ഇതിലെ ആരൊക്കെ പോകും? ദാ നോക്ക്, പിന്നാലെ ബുള്ളറ്റ് റാലി വരുന്നുണ്ട്. അവർ നമ്മളെ പിന്തുടരുന്നതാണ് എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ആരും നമ്മുടെ പിന്നാലെ വരില്ല. കാരണം ഇവളുടെ അപ്പൻ നമ്മുടെ കസ്റ്റഡിയിലാണ്. ബുള്ളറ്റ് റാലിയുടെ നടുവിലുണ്ടായിരുന്ന ബുള്ളറ്റിൽ കാവിയും പിന്നിൽ കാഞ്ചനയും ഉണ്ടായിരുന്നു. 2 പേരും ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. കറുത്ത പാൻറ്റും വെള്ള ടീഷർട്ടുമായിരുന്നു എല്ലാവരുടെയും വേഷം. സുമിത്ര 4 പേരെയും നിരീക്ഷിക്കുകയായിരുന്നു. ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധയിലാണ്. തന്നെ ആരൊക്കെയോ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒന്ന് വികാഞ്ചയാവാം, അവൾ ഊഹിച്ചു. ആരെയും കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടറിയാം. അവരുടെ പിന്നിലായി ഒരു ബൈക്ക് വരുന്നത് അവൾ കണ്ടിരുന്നു. അതിൽ ഒരച്ഛനും മകളുമാണ്. അവളുടെ കൂടെയുള്ള 3 പേരുടെയും കയ്യിൽ തോക്കുണ്ട്. അവൾ മെല്ലെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബോൾ എടുത്തു. എന്നിട്ട് ഒരുത്തൻ്റെ നേരെ പിടിച്ച് ബട്ടണിൽ ഞെക്കി. അവളുടെ കൈക്കുള്ളിൽ വെച്ചിരുന്നത് കൊണ്ട് ആരും തന്നെ ശ്രദ്ധിച്ചില്ല. അതിൽ നിന്ന് നീഡിൽ പുറത്തു വന്ന് ഉടനെ അവൾ ബോൾ തിരികെ പോക്കറ്റിലേക്ക് ഇട്ടു. മധ്യത്തിൽ ഇരുന്നവൻ്റെ ദേഹത്തേക്ക് നീഡിൽ തുളച്ചു കയറി. പെട്ടെന്ന് എന്തോ ഉറുമ്പ് കടിച്ചതുപോലെ അവന് തോന്നി. സൂചി പല ഭാഗത്തും കുത്തിക്കൊണ്ടിരുന്നു. അയാൾ ശരീരത്തിലേക്ക് നോക്കി. തൻ്റെ ഷർട്ടിൻ്റെ ഇടയിലൂടെ ബ്ലഡ് വരുന്നത് കണ്ടപ്പോൾ അയാളൊന്ന് പകച്ചു. പല സ്ഥലത്തും സൂചി കുത്തുന്നത് പോലെ വേദന. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അയാൾ ഇരുന്ന് പൊളയാൻ തുടങ്ങി. സുമിത്ര ഒന്നും അറിയാത്തതുപോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എൻ്റെ ദേഹത്ത് എന്തോ തുളച്ചു കയറുന്നത് പോലെ തോന്നി. ഇവിടെ പ്രാണി വലുതുമുണ്ടോ? കുളവിയെങ്ങാനും എന്നെ കടിച്ചോ? ശരീരത്തിൻ്റെ പല ഭാഗത്തും കുത്തിയതിന് ശേഷം നീഡിൽ താഴേക്ക് വീണു. ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് അത് പ്രവർത്തിക്കുക. അയാളുടെ ശരീരത്തിലൂടെ ബ്ലഡ് ഒഴുകുന്നത് അവരും കണ്ടു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കും മനസ്സിലായില്ല. അയാൾക്കൊരു തളർച്ച പോലെ തോന്നി. അല്പം താമസിയാതെ അയാൾ മുന്നിലേക്ക് കുഴഞ്ഞു വീണു. അവർ പരിഭ്രാന്തരായി അയാളെ കൊട്ടി വിളിച്ചു. സുമിത്ര ഉള്ളിൽ ചിരിച്ചുകൊണ്ട് എന്താണ് എന്ന് മനസ്സിലാവാത്ത ഭാവത്തിലിരുന്നു. അയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് അവർക്ക് തോന്നി. അവർ 4 പേരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. തലയിൽ കറുത്ത തൊപ്പിയും കറുത്ത കണ്ണടയും ഉണ്ടായിരുന്നു.
അതിലൊരാൾ റാവുത്തറെ വിളിച്ചു. എന്നിട്ട് കൂട്ടത്തിലുള്ള ആളുടെ അവസ്ഥ പറഞ്ഞു. അയാൾ പെട്ടെന്ന് മറ്റൊരു വണ്ടിയിൽ അയക്കാം, അതിൽ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. കുറച്ചു ദൂരം കൂടി സുമോ മുന്നോട്ടു പോയി. അപ്പോഴാണ് ഇടവഴിയിൽ നിന്ന് മറ്റൊരു വണ്ടി ഇറങ്ങി വന്നത്. അതിൽ 2 പേരുണ്ടായിരുന്നു. അവരും മാസ്കും തൊപ്പിയും കണ്ണടയും വെച്ചിരുന്നു. പെട്ടെന്ന് സുമോ അരികു ചേർത്ത് നിർത്തി. പിന്നാലെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ അതിനെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. പക്ഷേ ആ പച്ചക്കറി വണ്ടി പിന്നിലുണ്ടായിരുന്നില്ല. ഒരാൾ വയ്യാത്ത ആളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. അയാൾ വേച്ചു പോകുന്നത് കണ്ട് ഒരാളെ വണ്ടിയിലിരുത്തി ഡ്രൈവർ പെട്ടെന്ന് ചാടിയിറങ്ങി. അവർ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലെ അരികിലേക്ക് അയാളെ കൊണ്ടുപോയി. അതേസമയം മറ്റൊരാൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വന്ന് കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടയെ ക്ലോറോഫോം മണപ്പിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് അയാൾ അകത്തേക്ക് കയറിയിരുന്നു. മറ്റേയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും അയാൾ കൈക്കലാക്കി. എല്ലാം മിന്നൽ വേഗത്തിലാണ് നടന്നത്. പുറത്തേക്കിട്ട ആളെ ആരോ വലിച്ചുകൊണ്ടുപോയി. സുമിത്ര അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ മാസ്ക് മാറ്റി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. താൻ ഗംഗയാണെന്ന് വിചാരിച്ചാണ് അവൻ ഇങ്ങനെ കാണിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായി. അവൻ വിഷ്ണു ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അപ്പോഴേക്കും മറ്റ് 2 പേരും തിരിച്ചു വന്നു. അവർ വിഷ്ണുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. തുടരും.